എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ എം സ്വരാജിനെതിരെ ജമായത്തെ ഇസ്ലാമിയുടെ ഒരു നുണക്കഥ കൂടി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. എം സ്വരാജിനെതിരെ മെനിഞ്ഞ വ്യാജ ചിത്രവും ദേശാഭിമാനിയുടെ വ്യാജ പോസ്റ്ററും പ്രചരിപ്പിച്ച രണ്ട് പ്രധാനികളാണ് പോസ്റ്റും പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടത്. അതിൽ ഖാലിദ് മൂസ നഖ്വി ചാലക്കൽ നിരുപാധികം മാപ്പും പറഞ്ഞിട്ടുണ്ട്. ജമായത്ത് ഇസ്ലാമിയുടെ മുൻ ശൂറ അംഗമാണ് ഖാലിദ് മൂസ നഖ്വി. മീഡിയ വണ്ണിലെ ജമായത്തെ ഇസ്ലാമി എഡിറ്റർ സി ദാവൂദിന്റെ സഹോദരനും കൂടിയാണ് അദ്ദേഹം. പോസ്റ്റ് പിൻവലിച്ച മറ്റൊരു പ്രധാനിയുടെ പേര് അബ്ദുൾ ഹക്കീം നദ്വി. ജമായത്തെ ഇസ്ലാമിയുടെ കേരള സംസ്ഥാന സെക്രട്ടറി എന്നാണ് ടിയാന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണുന്നത്. പേജിന്റെ കവർ ചിത്രം സാക്ഷാൽ മൗദൂദി. നദ്വി എന്ന് പറയുന്ന ഒരു അക്കാഡമിക് വിശേഷണമാണ്. ഉത്തർപ്രദേശിലെ ലഖ്നൌവിലുള്ള ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ എന്ന ഇസ്ലാമിക സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ പണ്ഡിതരാണത്രേ നദ്വി എന്ന വിശേഷണം പേരിനൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. നുണയും കള്ളക്കഥയും വ്യാജ പോസ്റ്ററും പ്രചരിപ്പിക്കാൻ സർവകലാശാല അവർക്ക് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും എം സ്വരാജിനെതിരെ വ്യാജ വാർത്ത ഷെയർ ചെയ്തതിന് ഖാലിദ് മൂസ നദ്വി നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ലത്. തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുകയും ക്ഷമ പറയുകയും ചെയ്യുന്നത് അനുകരണീയമായ മാതൃക തന്നെയാണ്, സംശയമില്ല. എന്നാൽ ജമായത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി ഒരക്ഷരം മിണ്ടാതെയാണ് പോസ്റ്റും പിൻവലിച്ച് കണ്ടം വഴി ഓടിയത്. മാപ്പുമില്ല, തെറ്റുപറ്റിയെന്ന സമ്മതവുമില്ല. ഈ വിഷയത്തിൽ ഹക്കീം നദ്വിയും ഖാലിദ് മൂസ നദ്വിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഖാലിദ് മൂസ നഖ്വിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴിയിൽ വീണു പോകാറുണ്ട്. ഇനി ശ്രദ്ധിക്കാം. ആ വാക്കുകൾ ആത്മാർത്ഥമാണെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷെ ഒരു കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയേണ്ടതുണ്ട്. തന്നെ വീഴ്ത്തിയ ചതിക്കുഴി ആരാണ് കുഴിച്ചത്? ആരെ വിശ്വസിച്ചാണ് അദ്ദേഹം ഈ പിൻവലിക്കേണ്ടി വന്ന പോസ്റ്റും ഫോട്ടോയും പോസ്റ്റ് ചെയ്തത്? അത് തുറന്നു പറയുമ്പോഴല്ലേ ആ ക്ഷമാപണം സത്യസന്ധവും ആത്മാർത്ഥവുമാകൂ. ഈ ഹക്കീം നദ്വിയുടെ പോസ്റ്റ് വിശ്വസിച്ചാണോ ആ കള്ളക്കഥ ഖാലിദ് മൂസ നദ്വി പോസ്റ്റ് ചെയ്തത്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ സീരിയലിന് 2 എപ്പിസോഡുകളുണ്ട്. ആദ്യത്തെ എപ്പിസോഡിൽ ഷെരീഫ് സാഗർ എന്ന ആളാണ് പ്രധാന വില്ലൻ. കക്ഷിയുടെ ഫേസ്ബുക്ക് പേജിലാണ് എം സ്വരാജും അതിതീവ്ര ഹിന്ദുത്വ നിലപാടുകളിലൂടെ കുപ്രസിദ്ധനായ പ്രതീഷ് വിശ്വനാഥും ഒന്നിച്ചിരിക്കുന്ന ചിത്രം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ മുൻ ബ്യൂറോ ചീഫ് എന്നാണ് ഷരീഫ് സാഗർ തന്നെ തന്റെ FB പ്രൊഫൈലിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അയാൾ പോസ്റ്റ് ചെയ്ത ആ ചിത്രം ഇതാണ്. ഈ ചിത്രത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ന്യൂസ് ബുള്ളറ്റ് കേരള ഒരു അന്വേഷണം നടത്തി. 2025 ജൂൺ 23 മാതൃഭൂമി ഓൺലൈൻ പ്രസിദ്ധീകരിച്ചതാണ് ഷെരീഫ് സാഗറിന്റെ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എം സ്വരാജിന്റെ ഫോട്ടോ. പ്രതീഷ് വിശ്വനാഥിന്റെ ഫോട്ടോ അയാളുടെ FB പേജിന്റെ പ്രൊഫൈൽ പിക്ചറാണ്. ഈ 2 ചിത്രങ്ങളും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഇമേജ് ആണ് ഷെരീഫ് സാഗർ തന്റെ FB പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. എം സ്വരാജിനെ പ്രതീഷ് വിശ്വനാഥ് സന്ദർശിച്ചു എന്ന കള്ളക്കഥ ഷെരീഫ് സാഗറിന്റെ പോസ്റ്റിൽ ഇല്ല. അപ്പൊ നടക്കാത്ത സന്ദർശന കഥയും ആ സന്ദർശനത്തിന്റെ പേരിൽ ഇറങ്ങിയ ദേശാഭിമാനിയുടെ വ്യാജ പോസ്റ്ററിന്റെയും ഉറവിടം എവിടെയാണ്? അതിലെന്താണ് ജമായത്തെ ഇസ്ലാമിയുടെ റോൾ? ഏപ്രിൽ 23 9:31 എം സ്വരാജും പ്രതീഷ് വിശ്വനാഥും ഒന്നിച്ചിരിക്കുന്ന വ്യാജ ചിത്രം ചന്ദ്രികയുടെ മുൻ ബ്യൂറോ ചീഫ് ഷെരീഫ് സാഗർ പോസ്റ്റ് ചെയ്തത്. ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് എം സ്വരാജിനെ ഹിന്ദുത്വ വർഗീയതയുടെ ആൾരൂപമായ പ്രതീഷ് വിശ്വനാഥ് സന്ദർശിച്ചു എന്ന കള്ളക്കഥയുണ്ടാക്കിയത്. ആ കള്ളക്കഥ ആരുടെ സൃഷ്ടിയാണ്? ആ കള്ളക്കഥ സ്ഥിരീകരിക്കാൻ ദേശാഭിമാനിയുടെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ആദ്യമായി തയ്യാറാക്കിയത് ആരാണ്? പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ആധികാരികമായും സംശയരഹിതമായും ഇത് ചെയ്തതാര് എന്ന് കണ്ടെത്താനാകൂ. പക്ഷെ കൗതുകമുള്ള ചില നിരീക്ഷണങ്ങൾ ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാം. ദേശാഭിമാനിയുടെ പേരിൽ സൃഷ്ടിച്ച ആ വ്യാജ പോസ്റ്റർ പങ്കുവച്ച കുറെ പ്രൊഫൈലുകളിലൂടെ ഞങ്ങളൊന്ന് കയറിയിറങ്ങി. ഈ സീരിയലിന്റെ 2ാം എപ്പിസോഡ് അവിടെയാണ് തുടങ്ങുന്നത്. ഞങ്ങൾ കണ്ട പോസ്റ്റുകളിൽ സക്കറിയ വടകര എന്ന പ്രൊഫൈൽ അബ്ദുൾ ഹക്കീം നദ്വിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വിയുടെ പോസ്റ്റ് ഈ സക്കറിയ വടകര ദേശാഭിമാനിയുടെ വ്യാജ പോസ്റ്റർ സഹിതം ഷെയർ ചെയ്തിരിക്കുന്ന സമയം ഏപ്രിൽ 24 രാവിലെ 9:07 അതായത് ഷെരീഫ് സാഗർ ഈ വ്യാജ ചിത്രം നിർമ്മിച്ച് പ്രചരിപ്പിച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ ദേശാഭിമാനിയുടെ വ്യാജ പോസ്റ്ററും സക്കറിയ വടകര തന്റെ FB പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ അബ്ദുൾ ഹക്കീം നദ്വി തന്റെ പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട്, ഡിലീറ്റ് ചെയ്തതുകൊണ്ട് പോസ്റ്റിന്റെ ടൈം സ്റ്റാമ്പ് നമുക്ക് ലഭ്യമല്ല. എന്നാൽ പോരാളി വാസു അടക്കമുള്ള കോൺഗ്രസ് പ്രൊഫൈലുകൾ ഈ വ്യാജ പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് 11:30 മണിയോടെയാണ്. ലഭ്യമായ തെളിവുകൾ വെച്ച് ദേശാഭിമാനിയുടെ പേരിൽ ഇറങ്ങിയ വ്യാജ പോസ്റ്ററും നടക്കാത്ത സന്ദർശന കഥയും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ജമായത്തെ ഇസ്ലാമി സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വിയുടെ ഫേസ്ബുക്ക് പേജിലാണ്. തനിക്ക് ഈ പോസ്റ്ററും കഥയും എവിടെ നിന്ന് കിട്ടിയെന്ന് പറയേണ്ടതും ഹക്കീം നദ്വിയാണ്. അദ്ദേഹം അത് പറയാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. എന്നാൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട അബ്ദുൾ ഹക്കീം നദ്വിയുടെ വാചകങ്ങൾ സക്കറിയ വടകരയുടെ പേജിൽ ഇപ്പോഴും ഉണ്ട്. ആ സാഹിത്യം വായിച്ചാൽ എം സ്വരാജിനോട് ജമായത്തെ ഇസ്ലാമിക്കുള്ള
കുടിപ്പകയുടെ ആഴം വ്യക്തമാകും. ചുവപ്പിലെ കാവി നിഴലുകൾ, സ്വരാജ് പണിയുന്ന രാഷ്ട്രീയ പാലം, അതാണ് വിദ്വേഷ സാഹിത്യത്തിന്റെ തലക്കെട്ട്. മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന അടുപ്പുകൂട്ടി ചർച്ചാ ടീമിലെ സി ദാവൂദും അജിംസും ഒക്കെ കൂടി ഉണ്ടാക്കിയ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം. ആ പ്രയോഗത്തിന്റെ വേറൊരു രൂപമാണ് ചുവപ്പിലെ കാവി നിഴലുകൾ എന്ന പ്രയോഗം. അന്ന് ഔട്ട് ഓഫ് ഫോക്കസിലെ ഈ ജമായത്തെ ഇസ്ലാമി ടീം ഉണ്ടാക്കിയ ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗവും സ്വരാജിനെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. ഇന്നിതാ ജമായത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി നടക്കാത്തൊരു സന്ദർശനത്തിന്റെ പേരിൽ, ഇല്ലാത്തൊരു സന്ദർശനത്തിന്റെ പേരിൽ എഴുതിയ കുറിപ്പിലും ചുവപ്പിലെ കാവി നിഴലുകൾ എന്ന പ്രയോഗമാണ്. ഇത് കള്ളക്കഥകൾ മെനഞ്ഞ് CPM-ലെ ഹിന്ദു നാമധാരികളായ രാഷ്ട്രീയ നേതാക്കളുടെ നെറ്റിയിൽ പതിപ്പിക്കാൻ ജമായത്തെ ഇസ്ലാമി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാപ്പയുടെ തുടർച്ചയായ പ്രയോഗങ്ങളാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഹക്കിം നദ്വി എഴുതിയ ആദ്യ വാചകം ഇതാണ്: ചാനൽ സ്റ്റുഡിയോകളിലെ ചില്ലുകൂട്ടിലിരുന്ന് ഫാസിസത്തിന്റെ ജാതകം തിരുത്തുന്ന എം സ്വരാജിന്റെ വിപ്ലവ വീര്യം സ്വീകരണ മുറിയിലെ സോഫയിൽ പ്രതീഷ് വിശ്വനാഥിന് മുന്നിൽ എലിഭ്യനായി ഉരുകിത്തീരുന്നത് കാണാൻ നല്ല ചേലുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? എം സ്വരാജിന്റെ സ്വീകരണ മുറിയിലെ ആ സോഫയിൽ സ്വരാജും പ്രതീഷ് വിശ്വനാഥും തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഈ ഹക്കിം നദ്വി നേരിട്ട് കണ്ടതുപോലെയല്ലേ എഴുതി വച്ചിരിക്കുന്നത്? ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറിയുടെ ഈ കുറിപ്പാണോ ഖാലിദ് മൂസ നദ്വിയെ കുഴിയിൽ ചാടിച്ചത്? ജമായത്തെ ഇസ്ലാമി സെക്രട്ടറിയുടെ കുറിപ്പിലെ ചില പ്രയോഗങ്ങൾ ഇങ്ങനെയാണ്: സാക്ഷാൽ പ്രതീഷ് വിശ്വനാഥിന് ചായയും ബിസ്ക്കറ്റും നൽകി സൽക്കരിക്കുന്ന സ്വരാജിന്റെ ഈ സഹിഷ്ണുത. അതായത് സ്വരാജ് പ്രതീഷ് വിശ്വനാഥിന് ചായയും ബിസ്ക്കറ്റും നൽകുന്നതിന് ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ദൃക്സാക്ഷിയായിരുന്നു എന്നല്ലേ ഈ എഴുതി വെച്ചിരിക്കുന്നത്? അടുത്ത പ്രയോഗം ഇങ്ങനെയാണ്: അണിയറയിൽ യഥാർത്ഥ വർഗീയതയുടെ അപ്പോസ്തലന്മാരുമായി സൗഹൃദ സല്ലാപം നടത്തുന്നത് കാണുമ്പോൾ ആർക്കാണ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാനാവുക? സ്വരാജും പ്രതീഷ് വിശ്വനാഥും സൗഹൃദ സല്ലാപം നടത്തിയതിന് ജമായത്തെ ഇസ്ലാമി സെക്രട്ടറി സാക്ഷിയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ? നദ്വിയുടെ അവസാന ഡയലോഗ് ഇങ്ങനെയാണ്: നുണകൾ കൊണ്ട് പടുത്തുയർത്തുന്ന ഇത്തരം വിഷഗോപുരങ്ങൾ അധികകാലം ആയുസ്സുണ്ടാകില്ല. ഇതെഴുതിയ ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വിക്ക് തന്റെ പോസ്റ്റ് നേരത്തോട് നേരം തികയുന്നതിന് മുമ്പ് പിൻവലിക്കേണ്ടി വന്നു. നുണകൾ കൊണ്ട് പടുത്തുയർത്തുന്ന ഒന്നിനും അധികം ആയുസ് ഉണ്ടാവില്ലെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ അബ്ദുൽ ഹക്കീം നദ്വി എന്ന ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി തെളിയിച്ചു. പക്ഷെ ഈ നുണ നിർമ്മിച്ചത് ആരെന്ന ചോദ്യത്തിന് ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി മറുപടി പറയേണ്ടതല്ലേ? പോസ്റ്റും പിൻവലിച്ച് കണ്ടം വഴി ഓടിയാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാമെന്നാണോ ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി കരുതി വെച്ചിരിക്കുന്നത്? ഹീനമായ വെറുപ്പാണ് ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറിക്ക് എം സ്വരാജിനോടുള്ളതെന്ന് ഈ സാഹിത്യം വായിച്ചാൽ മനസ്സിലാകും. അറപ്പിക്കുന്ന വിധമാണ് ആ വെറുപ്പ് പുറത്തിയാടുന്നത്. എല്ലാ വർഗീയവാദികളുടെയും സ്ഥിരം രീതിയാണിത്. മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്നവരെ പേര് നോക്കി അവരെ ചാപ്പയടിക്കുന്ന പണി. എം സ്വരാജിനെ സ്വരാജ് എം നായർ എന്ന് ബ്രാൻഡ് ചെയ്യും. അതുവഴി സംഘപരിവാറായി ബ്രാൻഡ് ചെയ്യും. പിണറായി വിജയനെ ചെത്തുകാരൻ കോരന്റെ മകൻ എന്ന് ബ്രാൻഡ് ചെയ്യും. ഇതേ പണി തന്നെയാണ് മറുവശത്ത് നടക്കുന്നത്. മുഹമ്മദ് റിയാസിനെയും AN ഷംസീറിനെയും AA റഹീമിനെയും ഒക്കെ സുഡാപ്പികളെന്നാണ് സംഘപരിവാറിന്റെ സൈബർ സേന ചാപ്പയടിക്കുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നവരെ, അവരുടെ സമുദായവും പേരും വെച്ച് ചാപ്പയടിക്കുന്നവരുടെ ലക്ഷ്യം വ്യക്തമാണ്: ഈ നേതാക്കളുടെ രാഷ്ട്രീയത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. അതുകൊണ്ട് സംഘപരിവാർ CPM-ലെ മുസ്ലിം നാമധാരികൾക്ക് സുഡാപ്പിയുടെ ചാപ്പ നൽകും. തിരിച്ച് ജമായത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഹിന്ദു നാമധാരികൾക്ക് സംഘപരിവാറിന്റെ ചാപ്പയടിക്കും. ജമായത്തെ ഇസ്ലാമി ആസൂത്രണം ചെയ്ത ഈ ചാപ്പയിലാണ് UDF-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷ അത്രയും സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ന്യൂനപക്ഷ ഏകീകരണ ശ്രമത്തിലാണ് VD സതീശന്റെയും കൂട്ടരുടെയും 100 സീറ്റ് എന്ന പ്രതീക്ഷ കൂടിയിരിക്കുന്നത്. അത്തരം തന്ത്രങ്ങൾ കേവലം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ലെന്ന് തെളിയിക്കുന്നു ജമായത്തെ ഇസ്ലാമി എം സ്വരാജിനെതിരെ പ്രചരിപ്പിച്ച ഈ വ്യാജ സന്ദർശന കഥ. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ എല്ലാ വർഗീയവാദികൾക്കും വഴി ഒന്നാണ്: സമൂഹത്തിൽ വിദ്വേഷവും വെറുപ്പും ഭീതിയും പടർത്തുക. അതിന് ആവോളം നുണക്കഥകൾ പ്രചരിപ്പിക്കുക. നുണ മെനയാനും പ്രചരിപ്പിക്കാനും സംഘപരിവാറിന്റെ അതേ കൂസലില്ലായ്മ തന്നെയാണ് ജമായത്തെ ഇസ്ലാമിക്കുമുള്ളത്. എം സ്വരാജിന്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി ജമായത്തെ ഇസ്ലാമി കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം 7994903388 ആണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ. സന്മനസ്സുള്ളവർ ഞങ്ങളെ സഹായിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.